ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോയി കണ്ട് ഒരു കേവിൻ്റെ വീഡിയോ ആയാലോ? To overcome the hurdles. Okay, good. Okay, come. GP, you're there already. അവനൊക്കെ ടാർസനാ, നമുക്കൊക്കെയാ പ്രശ്നം. അപ്പോൾ ഒരു ബാംബു ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടിയായിരുന്നു കേവിലേക്ക് പോകാനായിട്ടുള്ള വഴി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറങ്ങാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുള്ള വഴിയായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡൊന്നുമല്ല, നല്ലൊരു ഇറക്കമായിരുന്നു. അതും കുറേ വലിയ വലിയ മരങ്ങളും കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ശരിക്കും ബുദ്ധിമുട്ടി, ഓരോരുത്തരുടെ കൈയൊക്കെ പിടിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി വന്നത്. അപ്പോൾ കോമഡി എന്ന് പറഞ്ഞാൽ GP ഓൾറെഡി ഇറങ്ങി കേവിൻ്റെ എൻട്രൻസിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കേവിൻ്റെ എൻട്രൻസിലെത്തി. നമ്മൾ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കേവിനകത്തോട്ട് പോകാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. ഇതിലാകെ ഞങ്ങൾ 2 പേര്, ഞാനും ഡെറിലും മാത്രമായിരുന്നു കുറച്ച് റിലക്റ്റൻറ്റ്. കാരണം ഒന്നാമത് ക്ലോസ്ട്രോഫോബിയ, ഒരു ക്ലോസ്ഡ് സ്പേസിലേക്ക് പോകുന്നതിൻ്റെ ഒരു ടെൻഷനും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, മുട്ടിൻ്റെ മേലെ വരെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഷൂസൊക്കെ ഊരണം. അപ്പം വെള്ളത്തിൽ എന്തെങ്കിലും പാമ്പോ അങ്ങനെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. നമ്മൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാനും ഡെറിലും ഹസ്ബൻഡും അരുൺ ശ്യാമും ഒഴികെ ബാക്കി എല്ലാവരും കേവിനകത്തോട്ട് പോയി അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ 4 പേരുമായിരുന്നു ലാസ്റ്റ് കേവിൽ കയറിയത്. ഞാൻ, ഹസ്ബൻഡ്, അരുൺ ശ്യാമൻ, ഡെറിൽ. ഒരു വണ്ടർഫുൾ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അകത്തോട്ട് കയറിയപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. വേറെ ഏതോ ഒരു വേൾഡിൽ, അതായത് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ പുതിയൊരു വേൾഡിലേക്ക് വന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരുന്നു. അതുപോലെ തന്നെ വേറെ പാമ്പോ അങ്ങനത്തെ ജീവികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. Yes, done. അപ്പം ഞങ്ങൾ 4 പേരും മാത്രമായിരുന്നു ലാസ്റ്റ് കേവിലുണ്ടായത്. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഈ കേവ് എക്സ്പ്ലോറേഷൻ്റെ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈ ട്രിപ്പിൽ മറക്കാനാവാത്ത എക്സ്പീരിയൻസസ് ആണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് ജീപ്പിനടുത്ത് വന്നു. ഇനി നമ്മൾ അടുത്ത ട്രെക്കിംഗ് സ്പോട്ടിലേക്കാണ് യാത്ര. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.